എന്താ കരയുന്നു? നോക്കിയോ കണ്ണുകള്. ഇതാ 2 ദിവസം മുമ്പ് വന്ന വാർത്തയല്ലേ? കുട്ടീനെ പുഴയിലേക്ക് എറിഞ്ഞു പോയില്ലേ? എവിടെ അല്ലേ? ചെറിയ കുട്ടിയാണ്. ഞാൻ കണ്ടതാണ്. എന്താ ചെയ്യുന്നല്ലേ? ഞാൻ ആലോചിച്ച് നോക്കുകയാണേ, ആ സ്ത്രീക്ക് ആ കുട്ടീനെ അങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നിയതല്ലേ? നമുക്ക് കുട്ടികളില്ലാത്തതല്ലേ, നമുക്ക് തരികയാണെങ്കിലോ? അത് നമ്മളെ പോലത്തെ ഏതെങ്കിലും ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളില്ലാത്ത പൊന്നു പോലെ നോക്കൂലേ അല്ലേ? വല്ലാത്തൊരവസ്ഥ. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കുട്ടിനെ തരുന്നുമില്ല. ഇങ്ങനെയുള്ള രാക്ഷസികൾക്ക് കുട്ടിനെ കൊടുത്തിട്ട് അപ്പൊ ഇഞ്ചി പൈതൽ എന്തോരം വേദനിച്ചുണ്ടാവില്ലേ? ഉണ്ടല്ലേ. ആകെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം അവനാന്റെ വീടാണ്. ആ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ. പിന്നെ എങ്ങനെ നാട്ടിൽ ഉണ്ടാവും സമാധാനം, സന്തോഷം? വീട് മാത്രല്ല, സ്വന്തം അമ്മയുടെ കയ്യിലല്ലാണ്ട് എവിടെയാണ് കുട്ടികൾ സുരക്ഷിതമായിട്ടിരിക്കുക? ഒരമ്മേനെയാണ് ഈ ഇപ്പൊ ആലോചിച്ചിട്ട് നീ കരഞ്ഞിട്ട് എന്താ? അല്ലേ, ഞാനാണ് ചെങ്കിലോ എന്റെ അമ്മ പൊന്നു പോലെ നോക്കില്ല ഞാൻ. നമ്മക്ക് ഇങ്ങനെയാണ് വിധി. ഈ നമ്മള് വേണ്ട. ഈ നാട്ടിലെ അനാഥ മന്ദിരങ്ങളോ എന്തൊക്കെ ഉണ്ട്. അവനെനിക്ക് പറ്റൂല്ലെങ്കിൽ അവിടെ കൊടുത്തൂടെ? എന്തിനാണ് മറ്റുള്ളവരോടുള്ള ഏതെങ്കിലും വാശിക്കും പകക്കും വേണ്ടിയിട്ട് ഒരു ജീവിതമല്ലേ അതൊക്കെ? ശരി, ഏതെങ്കിലും അനാഥാലയത്തിന്റെ ഓർഫനേജുകളുടെ ഏതെങ്കിലും മുന്നിൽ കൊണ്ടൊക്കെ എടുത്തിയാലും മതിയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ അവിടെ ഉപേക്ഷിച്ചു പോയാലും മതിയായിരുന്നു. കൊല്ലണ്ട കാര്യം എന്താ? മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിനും വാശിക്കും വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നുന്നു. ആളുകളുടെ മനസ്സൊക്കെ ഒരു ചില ചെറിയ സുഖത്തിന് വേണ്ടിയിട്ട്, ചില നിമിഷത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാം മറന്നിട്ട്, സ്വയബോധം പോലും മറന്നിട്ട്, നഷ്ടപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. ഞാനതെല്ലാം ആലോചിക്കുന്നത്. കുട്ടികളെ, ഈ കുട്ടി എൻ്റെ ഉമ്മാന്റെ കയ്യും പിടിച്ചിട്ട് നടന്നിട്ട് പോകുമ്പോ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഞാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കയ്യിലാണ്. എവിടേക്കെങ്കിലും പോവാണ്, യാത്ര പോവാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും കുട്ടി. അതിനെ തള്ളിയിട്ടപ്പോ ആ ഒരു നെഞ്ഞ് പടച്ചിണ്ടാവില്ലേ? ആ ഒരു നിമിഷം എന്തൊക്കെ കുട്ടിയുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും. അത് ചെറിയ കുട്ടികളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ പറ്റണം അല്ലേ? ഒരു കുട്ടീനെ ചീത്ത പറയാൻ പോലും നമുക്ക് പറ്റില്ല, ഒന്ന് അടിക്കാൻ പറ്റില്ല, ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കാൻ പോലും പറ്റില്ല. വേറൊരാൾ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ തന്നെ നമുക്കൊരു ഉൾക്കിട. എന്റെ മനസ്സ് അങ്ങനെ, എനിക്ക് കൂട്ടിയാ പറ്റില്ല കാണാൻ. ചെറിയ കുട്ടികളോട് നല്ല ആരോടും. അപ്പൊ പിന്നെ ചെറിയ കുട്ടികളുടെ കാര്യം പറയാണ്ട് എന്താ ചെയ്യ? എത്ര 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 ആൾക്കാർ കുട്ടികളില്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നു. ചികിത്സിച്ചും മരുന്നും മന്ത്രം എന്ന് പറഞ്ഞ മാതിരില്ലേ? അവർക്കൊക്കെ മക്കളെ കൊടുക്കാം. ഇങ്ങനെയുള്ള പിശാചുകൾക്ക് പഠിച്ചവന് ഇത് കൊടുക്കാണ്ടിരിക്കും. പിന്നെ ഇത് വേറെ എന്തൊക്കെയോ അതൊന്നും വായിക്കാൻ കൊള്ളില്ല, അതൊന്നും കേൾക്കേണ്ട കാര്യം തന്നെയല്ലേ. ഓരോ ക്രൂരന്മാര് കുട്ടികളുടെ അടുത്ത് ഓരോ സംഭവങ്ങൾ കാണിക്കുന്നത്. എങ്ങനെ കഴിയുന്നു? എന്നിട്ട് അഭിനയിക്കുക മാന്യനായിട്ട്. പണ്ട് 10-15 വയസ്സിലൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ട് അത് 18-22 ആക്കി. അതുപോലെ ഇതിനൊരു നിയമം വരികയാണെങ്കിലോ, ഒന്ന് സംരക്ഷിക്കപ്പെടാനായിട്ട്, സ്വന്തം സുഖത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കൂട്ടുകൂടിയിട്ട് നടന്ന് കുട്ടികളുണ്ടാവുക. ലാസ്റ്റ് ഒരു ദയും ഇല്ലാണ്ട് കുട്ടികളെ കൊന്നു കളയുക. ചില മക്കളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോണ പോലെ തോന്നും. ഒന്ന് തിരിച്ച് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ അമ്മമാരും കഷ്ടപ്പെടുന്നുണ്ടാവൂല്ലേ? പല തരം അസുഖങ്ങളൊക്കെ വന്നിട്ട് എന്താ പാങ്ക് സത്യം. എന്തോരം അമ്മമാരും അമ്മമാരൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാവും അവനാണ്ട് കുട്ടികൾക്ക് ഓരോന്ന് വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു കുഴപ്പമില്ലാത്ത സഹിക്കാൻ പറ്റില്ലത് കണ്ടിട്ട്. അല്ലാത്തൊരു വിഷമം തോന്നുന്നു, സഹിക്കാൻ പറ്റണില്ല. എന്തിനാ നമ്മളിങ്ങനെ വിഷമിക്കാന്ന് വെച്ചെങ്കിൽ ഇതേപോലെ വിഷമിക്കാൻ തന്നെ നേരമുള്ളൂ. അത്രയും ക്രൂരതയാണ് ലോകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ലോകം മൊത്തം ഒന്നും എടുക്കണ്ട, ഈ കേരളത്തില് എന്തൊക്കെ സംഭവിക്കണ്. പഠിച്ചോനിക്ക് ഉമ്മ ആ കുട്ടിനെ തന്നൂടെ? ഉമ്മ പൊന്നു പോലെ നോക്കൂലേ? എന്തായാലും അത് നമുക്ക് വിധിച്ചിട്ടില്ല. അത് നല്ല നമുക്ക് സ്വന്തം കുട്ടികൾ തന്നെ വിധിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അത് സാരില്ലടോ, അതിനെപ്പറ്റി വിഷമിക്കണ്ട. എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവില്ലല്ലോ. എല്ലാം തികഞ്ഞവരാരുമില്ല. ഇണീറ്റേ, വെറുതെ ഇരുന്നിട്ട് വല്ല കാര്യം ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ? എനിക്ക് വന്നേ നീക്കി